കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡോട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് നിലം പൊത്തിയത്. സീലിംഗ് പുനർനിർമ്മിച്ചു നൽകാമെന്ന് കോസ്റ്റ് ഫോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി KK രാമചന്ദ്രൻ MLA പറഞ്ഞു. തൃശൂർ പാലിയേക്കരയിൽ 1 മാസത്തേക്ക് ടോൾ പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി. ഒരു കൂട്ടം ഹർജികളിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. 4 ആഴ്ചക്കകം റോഡിനെ തകർച്ചയും ഗതാഗതക്കുരുക്കും പരിഹരിക്കണം. പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ് കത്തിനശിച്ചു. പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിൽ PCK പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സുഹൈൽ എന്ന സ്വകാര്യ ബസ്സാണ് കത്തിനശിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പുലർച്ചെയായതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023 മീഡിയ ടൈം, കൊടകര. പുതുക്കാട് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി GLP സ്കൂളിൽ തകർന്നു വീണ ജിപ്സം സീലിംഗ് പുനർനിർമ്മിച്ചു നൽകാമെന്ന് കോസ്റ്റ് ഫോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി KK രാമചന്ദ്രൻ MLA പറഞ്ഞു. കോടാലി GLP സ്കൂളിൽ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനത്തിനു ശേഷം അറിയിച്ചതാണിത്. സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിലുണ്ടായ നിർമ്മാണ അപാകത പരിശോധിക്കുമെന്നും വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ഇവിടെ മറ്റു പരിപാടികളൊന്നും നടക്കാത്ത ഒരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും ഒരു അപാകതകളായിട്ട് ഇപ്പോൾ നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല. വളരെ പെട്ടെന്നാണ് ഈ സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് ഇഴുകി വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥരും അവരവിടെ കൂടിയുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. അപ്പോൾ ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം. വളരെ പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പാലിയേക്കരയിൽ 1 മാസത്തേക്ക് ടോൾ പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഒരു കൂട്ടം ഹർജികളിലാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V മേനോൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. 4 ആഴ്ചയ്ക്കകം റോഡിന്റെ തകർച്ചയും ഗതാഗതക്കുരുക്കും പരിഹരിക്കണം. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. നേരത്തെ പ്രശ്നപരിഹാരം വൈകുന്നതിൽ ദേശീയപാത അതോറിറ്റിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രശ്നപരിഹാരത്തിന് 3 ആഴ്ച കൂടി വേണമെന്നായിരുന്നു തിങ്കളാഴ്ച ദേശീയപാത അതോറിറ്റി നിലപാടെടുത്തത്. എന്നാൽ പല കാലാവധി നൽകിയിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെന്ന് ദേശീയപാത അധികൃതർ ചൂണ്ടിക്കാട്ടി. തകർന്ന ദേശീയപാതയിലെ ടോൾ പിരിവാണ് പ്രശ്നമെന്നും പൗരന്മാരാണ് ടോൾ പിരിവിന്റെ ബാധ്യത ഏൽക്കേണ്ടി വരുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചിരുന്നു. ഹർജിക്കാരൊരാളായ ഷാജി കോടങ്കണ്ടത്ത് വിധി വന്നതിന് പിന്നാലെ ടോൾ പ്ലാസയിൽ ലഡു വിതരണം ചെയ്തു. മീഡിയ ടൈം, തൃശൂർ. പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ് കത്തിനശിച്ചു. പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിൽ PCK പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സുഹൈൽ എന്ന സ്വകാര്യ ബസ്സാണ് കത്തിനശിച്ചത്. ഓഫീസിനോട് ചേർന്നുള്ള ചെറിയ മുറിക്കും ചെറിയ തോതിൽ തീപിടിച്ചു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മാള, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. കത്തിയ ബസിന്റെ ഡീസൽ ടാങ്കിന് തീ പിടിക്കാത്തതും പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റു ബസ്സുകളിലേക്ക് തീ പടരാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി. ബസിൽ തീ പടരുന്നത് കണ്ട പിണ്ടാണി സ്വദേശി ജിതിൻ പ്രദേശവാസികളെ വിളിച്ചുണർത്തി പോലീസിലും ഫയർഫോഴ്സിലും അറിയിക്കുകയായിരുന്നു. പെട്രോൾ പമ്പിന് അപായമൊന്നും ഉണ്ടായിട്ടില്ല. പകരപ്പള്ളി സ്വദേശി കുമാരനാണ് പമ്പിന്റെ ഉടമസ്ഥൻ. 6ഓളം ബസ്സുകളാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മീഡിയ ടൈം, മാള.
വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. മാളയിൽ നിന്നും അന്നമനട വഴി ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്ന സുൽത്താൻ ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനെയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. മാള ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് 9 മണിക്ക് പുറപ്പെടുന്ന സമയത്താണ് തർക്കമുണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ അവസാനം കയറിയാൽ മതിയെന്നും ഫുൾ ചാർജും നൽകണമെന്നുമുള്ള കണ്ടക്ടറിന്റെ നിർദ്ദേശമാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. തുടർന്നുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലേക്ക് മാറി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന മാള പോലീസ് ആദ്യഘട്ടത്തിൽ അന്തരീക്ഷം ശാന്തമാക്കിയിരുന്നു. തുടർന്ന് ബസ് പുറപ്പെടുകയും 10 മിനിറ്റിനുള്ളിൽ സംഘർഷം ആരംഭിക്കുകയുമായിരുന്നു. തലയിലും കഴുത്തിലും പരിക്കേറ്റ കണ്ടക്ടർ കുറ്റിച്ചിറ വെട്ടുകുഴി കുഴിയാണി വീട്ടിൽ വിഷ്ണുവിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണുവിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിള്ളേർ കയറ്റി വേണ്ടി പോകുള്ളൂ. കാരണം പിള്ളേരെ കയറ്റാം ആളൊന്നും തല്ലാൻ കയറിലൊക്കെ ബ്ലൂ ഷർട്ട് ചാട്ടും. കഴിഞ്ഞിട്ട് പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞ് പിള്ളേരെ കയറ്റാണ്ട് പോകാൻ പറ്റില്ല, പിള്ളേരെ തിങ്ങിയാൻ കയറ്റി കൊണ്ടേക്കാവുന്ന സാറേ നമുക്ക് തോന്നി കൊണ്ടുപോയി വണ്ടി ഉള്ളിലേക്കുള്ള വണ്ടിയാണ് എനിക്ക് കാണിച്ചു തരാൻ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് തന്നു പറഞ്ഞു. ഞാൻ സാറ് ഉള്ളിലേക്കുള്ള വണ്ടിയാണ്, പിള്ളേരെ കുത്തിറച്ച് കൊണ്ടുപോകാൻ വരിക. അന്ന് കൊണ്ടുപോയാ സാറേ ഉള്ളിലേക്ക് ടിക്കറ്റ് കയറില്ല പറഞ്ഞു. കുത്തിറച്ച് കൊണ്ടുപോയാൽ പറ്റൂ നമുക്ക് പറ്റില്ല സാറെന്ന് പറഞ്ഞു. കാരണം എൻ്റെ വേഷം കൊണ്ട് കാണിച്ചു തരാം, ഈ സ്റ്റേഷനിൽ പോയോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വൈകിട്ട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ അവരും പോയി. വണ്ടിയിൽ കയറി പിള്ളേർ പൈസ കഴിഞ്ഞപ്പോൾ എത്തുന്ന പൈസ കഴിഞ്ഞപ്പോൾ അവൻ നീ 2 രൂപ ചരക്കാൻ പറഞ്ഞിട്ട് ഞാൻ പൈസ ചോദിക്കായിരുന്നു. ആള് നേരെ തലയോടടിച്ചു. മീഡിയ ടൈം മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന് സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. കോസ്റ്റ്ഫോർഡ് ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. ഇത് വലിയ അഴിമതിയുടെ ഒരു പര്യായമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനത്തിനേക്കാൾ ഉപരി അത് CPMന് പണമുണ്ടാക്കാനുള്ള ഒരു ഏജൻസി മാത്രമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് കോടാലി LP സ്കൂളിലെ ഈ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ കാണുന്ന അപാകത. 54 ലക്ഷം രൂപയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഡിറ്റോറിയം 2 വർഷത്തിനുള്ളിൽ തകർന്നിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിലെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം. 1 പവൻ സ്വർണ്ണത്താലിയും ഭണ്ഡാരങ്ങളും കവർന്നു. കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിൽ കുത്തി തുറന്ന് 2 ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണത്താലിയും ഓഫീസ് മുറി കുത്തി തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 ചെറിയ ഭണ്ഡാരങ്ങളും കവർന്നു. ഇന്ന് രാവിലെ 8:15 ക്ഷേത്രം ഭാരവാഹികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തിടപ്പള്ളിയും സ്റ്റോർ റൂമും കുത്തി തുറന്ന നിലയിലാണ്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അസഭ്യം പറഞ്ഞത് വിലക്കി അംഗപരിമിതിനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടകര വട്ടേക്കാട് സ്വദേശി ഒരുബാക്ക വീട്ടിൽ മോഹനനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ കനകമല വെട്ടുകടവിൽ താമസിക്കുന്ന ചാലക്കുടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ അമീർ ഫൈസലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 27 വൈകിട്ട് 6 മണിയോടെ വട്ടേക്കാട് ഷാപ്പിൽ നിന്ന് ഉച്ചത്തിൽ അസഭ്യം പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വന്ന പ്രതിയോട് ഇവിടെ കുടുംബങ്ങൾ താമസിക്കുന്നതാണ്, ഇവിടെ അസഭ്യം പറയരുതെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ അംഗപരിമിതനായ മോഹനനെ പ്രതി ആക്രമിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, സബ് ഇൻസ്പെക്ടർ സുരേഷ് EE, ASIമാരായ ഗോകുലൻ KC, ആഷ്ലിൻ ജോൺ, GSCP സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ദിനപത്രങ്ങൾ സ്പോൺസർ ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ജോഷി മാളിയേക്കലാണ് പ്രമുഖ മലയാള ദിനപത്രങ്ങൾ 1 വർഷത്തേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A മിനിമോൾ അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ VJ ജോജി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, ഡോക്ടർ പീറ്റർ കിണറ്റിങ്ങൽ, മനോജ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ ഭാഗമായ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സർവീസ് റോഡിന്റെ പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് സ്ലാബ് നിലംപതിച്ചു. വൻ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച വൈകിട്ട് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലായിരുന്നു സംഭവ സമയം അതുവഴി വന്ന ലോറി തലനാടിലേക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രധാന റോഡിൽ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന JCB തട്ടിയാണ് കോൺക്രീറ്റ് സ്ലാബ് നിലംപതിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം കോട്ടപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന റോഡിലെ കുഴിയിൽ വീണ് ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ സുരക്ഷാ മുൻകരുതലില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന പരാതി നിരന്തരം ഉയരുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുന്നില്ല. മുതിർന്ന നാടക പ്രവർത്തകനും അഭിനേതാവുമായിരുന്ന കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി നിര്യാതനായി. സമഗ്ര സംഭാവനയ്ക്കുള്ള ഗുരുപൂജ പുരസ്കാരം നൽകി കേരള സംഗീത നാടക അക്കാദമി ആദരിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് നാടകങ്ങളിൽ അഭിനയിക്കുകയും നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും നാടകങ്ങൾക്ക് ആവശ്യമായ സെറ്റ്, കട്ടൺ തുടങ്ങിയവ തയ്യാറാക്കുന്നതിലും പ്രമുഖനായിരുന്നു. നാടകരചയിതാവ്, സംവിധായകൻ, നടൻ, രംഗപടം, ഗാനരചന, ഗായകൻ എന്നിങ്ങനെ നാടകത്തിന്റെ എല്ലാ മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ച മറ്റൊരു കലാകാരൻ ഇല്ലെന്ന് തന്നെ പറയാം. 80കളിൽ അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച് അധ്വാന്തം എന്ന നാടകം അകാലഘട്ടത്തിൽ ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു. അതിൽ പ്രധാന വേഷം അഭിനയിച്ചത് ജഗന്നാഥവർമ്മയും പ്രശസ്ത സിനിമാ നടൻ ബിജു മേനോന്റെ പിതാവും അതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സിനിമ, സീരിയൽ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അനുഗ്രഹീത കലാകാരനാണ്. മാള മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, നാഷണൽ സർവീസ് സ്കീമും റെഡ് റിബൺ ക്ലബും IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബിക ദേവിയമ്മ, IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NG രാധാകൃഷ്ണൻ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ KN രമേശ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ക്യാമ്പിൽ പങ്കെടുത്തു. രുദ്രസേന യൂണിറ്റ് കോർഡിനേറ്റർമാരായ അഭിജിത് S മേനോൻ, ആഷ്ന K ജയ്മോൻ, വോളണ്ടിയർ സെക്രട്ടറിമാരായ അഭിജിത് M, റഫോൾഡ് മരിയ പോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡോട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് നിലം പൊത്തിയത്. സീലിംഗ് പുനർനിർമ്മിച്ചു നൽകാമെന്ന് കോസ്റ്റ് ഫോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി KK രാമചന്ദ്രൻ MLA പറഞ്ഞു. തൃശൂർ പാലിയേക്കരയിൽ 1 മാസത്തേക്ക് ടോൾ പിരിക്കേണ്ടെന്ന് ഹൈക്കോടതി. ഒരു കൂട്ടം ഹർജികളിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. 4 ആഴ്ചക്കകം റോഡിനെ തകർച്ചയും ഗതാഗതക്കുരുക്കും പരിഹരിക്കണം. പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ് കത്തിനശിച്ചു. പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിൽ PCK പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സുഹൈൽ എന്ന സ്വകാര്യ ബസ്സാണ് കത്തിനശിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.